ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറ്, മഞ്ഞച്ചോറ് എന്നൊക്കെ പറയുന്ന ഒരു റൈസാണ്. പൊന്നി അരി വെച്ചിട്ടാണ് ഞാൻ ഈ റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കപ്പ് പൊന്നി അരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ അരി നന്നായിട്ട് വാഷ് ചെയ്ത് നിറയെ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. റൈസ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിരാൻ വേണ്ടി വെക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു സവാള സ്ലൈസ് ചെയ്തതും, ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, 3 പച്ചമുളകും, ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും, 2 തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകവും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പം ഇവിടെ 3 കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. 1-ാം പാല് 2-ാം പാല് എന്നൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ഏലക്കായും, 2 ചെറിയ പീസ് പട്ടയും, 4 ഗ്രാമ്പുവും, 1 ടീസ്പൂണ് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന്റെ 1-ാം പാല് 2-ാം പാല് അങ്ങനെ വേർതിരിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2.25 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഞാനിവിടെ 5.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാത്രം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം ഇട്ടുള്ളത്. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള റൈസിലെ മുഴുവൻ വെള്ളവും മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് റൈസും വെള്ളവും ഒരേ ലെവലിലാണ് ഉണ്ടാവുക. ഇപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ പാത്രം ഒന്നുകൂടി അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ റൈസ് ഒരല്പം കൂടി വേവാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ റൈസിലെ വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് വലിഞ്ഞ് വരാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് റൈസ് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി റൈസ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം പാത്രം ഒന്നുകൂടി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ പാത്രം ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് ഈ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നല്ല അടിപൊളി തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിലൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ റൈസ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ചമ്മന്തിയോ മുട്ട വറുത്തതോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണിത്. അതുകൊണ്ട് തന്നെ ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. ഇനി ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഞാനിപ്പോൾ ഈ റൈസ് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രുചിയോടെയുള്ള ഈ ഒരു തേങ്ങാച്ചോറ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനെടുത്ത വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക്